നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വാഹനത്തിന് തീപിടിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മോസ്കോയിലെ AFSB ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വെള്ളിയാഴ്ചയാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. പുടിന്റെ ഹൗറസ് സെനറ്റ് ലിമൂസിൻ എന്ന ആഡംബര വാഹനമാണ് പൊട്ടിത്തെറിക്കുകയും പിന്നാലെ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. പുടിന്റെ ഔറസ് സെനറ്റ് ലിമൂസിൻ എന്ന വാഹനം, അതായത് ആ ഒരു ആഡംബര വാഹനമാണ്, അത് പൊട്ടിത്തെറിക്കുകയും പിന്നാലെ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. പുടിൻ ഉടൻ മരിക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നുമുള്ള യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് അപകടം. കനത്ത പുക കാറിൽ നിന്നുയരുന്നതും പ്രദേശത്തുള്ളവർ തീയണയ്ക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കാറിന്റെ എഞ്ചിൻ ആദ്യം തീപിടിക്കുകയും പിന്നാലെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. തീപിടുത്തമുണ്ടായ സമയത്ത് കാറിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല എന്നാണ് ദ സൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള വാഹനമാണ് ലിമൂസിൻ. 2.5 കോടി രൂപയാണ് കാറിന്റെ വില. വൻ സുരക്ഷാ സംവിധാനങ്ങളുള്ള കാർ അപകടത്തിൽപ്പെട്ടത് ദുരൂഹമാണ്. മനുഷ്യനിർമ്മിത അപകടമാണെന്നാണ് അതുകൊണ്ട് തന്നെ ഉയരുന്ന വിലയിരുത്തൽ. ഇത് റഷ്യൻ പ്രസിഡന്റിന് നേരെയുണ്ടായ ഒരു വധശ്രമമാണോ എന്ന ചർച്ചയും ഇപ്പോൾ സജീവമാണ്. കാറിന് തീപിടിച്ചത് മാർച്ച് 29-നാണെന്നും യൂറോ വീക്ക്ലിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുക്രൈനെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് സംഭവമായതിനാൽ ഇക്കാര്യത്തിൽ വിവിധ സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള കാരണമായി റഷ്യ ഇത് ഉയർത്തിക്കാട്ടിയേക്കുമെന്ന ആശങ്കയുമുണ്ട്. കാറിൽ തീ പടർന്നതിന് പിന്നാലെ സമീപത്തുണ്ടായിരുന്നവർ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീ കടത്താൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. എഞ്ചിനിൽ നിന്നും പടർന്ന തീ അകത്തേക്ക് ആളിക്കത്തിയിട്ടുണ്ട്. പുടിൻ ഉടൻ മരിക്കുമെന്നും യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും യുക്രൈൻ പ്രസിഡന്റ് പ്രതികരിച്ചതുമായി കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ ചർച്ചകൾ സജീവമായിരിക്കുന്നത്. അദ്ദേഹം ഉടൻ മരിക്കും, അതൊരു വസ്തുതയാണ്. യുദ്ധം അവസാനിക്കുകയും ചെയ്യും. ബുധനാഴ്ച പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെലൻസ്കി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് ഇക്കാര്യം. സമാധാന വെടിനിർത്തൽ ചർച്ചയ്ക്കിടെ ക്രെംലിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ ശക്തമായി തുടരാൻ അദ്ദേഹം US-നോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ആഗോള ഒറ്റപ്പെടലിൽ നിന്നും പുടിനെ പുറത്താക്കാൻ അമേരിക്ക സഹായിക്കാതിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് സെലൻസ്കി കൂട്ടിച്ചേർത്തു. ഇത് അപകടകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഏറ്റവും അപകടകരമായ നിമിഷങ്ങളിലൊന്നാണ്. അവർ പുടിനെ സമ്മർദ്ദത്തിലാക്കിയാൽ അദ്ദേഹം തന്റെ സമൂഹത്തിൽ അസ്ഥിരത നേരിടേണ്ടി വരും. അദ്ദേഹം അതിനെ ഭയപ്പെടുന്നുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞ വാക്കുകളാണ് ഇങ്ങനെ. പുടിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കിടെയാണ് സെലൻസ്കിയുടെ പ്രസ്താവന രംഗത്ത് വന്നത്. എന്തായാലും പുടിന്റെ ജീവൻ അതീവ അപകടമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഏത് സമയവും ഒരു ആക്രമണം ഉണ്ടാകാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതിൻ്റെ ഒരു ആദ്യപടിയാണ് പുടിൻ്റെ ഔദ്യോഗിക വാഹനം ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.